കഴിഞ്ഞ ഭാഗത്തിൽ നാം ഒരു കാര്യം കണ്ടു. ഒരു മദ്യക്കുപ്പിയുടെ വിലയുടെ 85% സർക്കാരിന്റെ ഖജനാവിലേക്കാണ്. ഒരു വർഷം ഇത് 14,822 കോടി രൂപ. അതൊരു വലിയ വരുമാനമാണ്. പക്ഷേ ഈ വരുമാനത്തിന് മറ്റൊരു വശമുണ്ട്. മദ്യം കേരളത്തിന് എത്ര രൂപ ചെലവാക്കുന്നു? ആരോഗ്യത്തിലും അപകടങ്ങളിലും കുടുംബങ്ങളിലും. ആ കണക്ക് ഇതുവരെ ആരും കൃത്യമായി എഴുതിയിട്ടില്ല. ഇന്ന് നമുക്കത് പരിശോധിക്കാം. ഒരു കാര്യം ആദ്യമേ വ്യക്തമാക്കട്ടെ. ഇനി പറയുന്ന കണക്ക് ഇന്ത്യ മുഴുവനുള്ള ഒരു ദേശീയ കണക്കാണ്, കേരളത്തിൻ്റേത് മാത്രമല്ല. 2024 ഒരു അന്താരാഷ്ട്ര മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം 2019 ആഗോള രോഗഭാര കണക്കുകൾ ഉപയോഗിച്ച് മദ്യം ഇന്ത്യക്കുണ്ടാക്കുന്ന നഷ്ടം കണക്കാക്കി. ചികിത്സ, ജീവനഷ്ടം, ജോലിനഷ്ടം എന്നിവയെല്ലാം ചേർത്ത് ആ വർഷം ഇന്ത്യയിൽ മദ്യം മൂലമുള്ള മൊത്തം സാമൂഹിക നഷ്ടം 6.2 ലക്ഷം കോടി രൂപയായിരുന്നു. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പഠനം സർക്കാർ വരുമാനമായി കണക്കാക്കിയത് എക്സൈസ് തീരുവ മാത്രമാണ്. അത് ഇന്ത്യയിൽ ആകെ 1.8 ലക്ഷം കോടി രൂപ. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെലവ് വരുമാനത്തിന്റെ മൂന്നിരട്ടിയിലേറെ. എന്നാൽ ഇവിടെയാണ് കേരളത്തിന്റെ വ്യത്യാസം. കേരളം എക്സൈസ് തീരുവയേക്കാൾ എത്രയോ കൂടുതൽ വിൽപ്പന നികുതിയായി പിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ കണ്ട 251%. അതുകൊണ്ട് ഈ ദേശീയ മൂന്നിരട്ടി നഷ്ടം കേരളത്തിന് അതേപടി ബാധകമല്ല. കേരളത്തിന്റെ യഥാർത്ഥ വരുമാനം ഇതിലും വളരെ കൂടുതലാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇത് എക്സൈസ് അടിസ്ഥാനത്തിലുള്ള ഒരു ദേശീയ കണക്കാണ്, കേരളത്തിന്റെ പൂർണ്ണ ചിത്രമല്ല. ഈ ചെലവ് ആദ്യം കാണുന്നത് ആശുപത്രികളിലാണ്. മദ്യം കരളിനെ പതിയെ നശിപ്പിക്കുന്നു. വൈദ്യശാസ്ത്രത്തിൽ ഇതിനെ സിറോസിസ് എന്ന് വിളിക്കുന്നു. ഇന്ത്യയിൽ കരൾ രോഗം മൂലം ഒരു വർഷം ഏകദേശം 2.2 ലക്ഷം പേർ മരിക്കുന്നു എന്നാണ് കണക്ക്. വലിയ ആശുപത്രികളിലെ ദീർഘകാല കരൾ രോഗികളിൽ 51.6% മദ്യം മൂലമാണ്. ഈ അനുപാതം വർഷം തോറും ഉയരുകയാണ്. ഇതും ദേശീയ കണക്കാണ്. കേരളത്തിലെ മദ്യം മൂലമുള്ള മരണങ്ങളുടെ പ്രത്യേക കണക്ക് സർക്കാർ പ്രസിദ്ധീകരിക്കുന്നില്ല. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് ചെറുപ്പക്കാരിൽ പോലും മദ്യം മൂലമുള്ള കരൾ രോഗം കൂടി വരുന്നു എന്നാണ്. രണ്ടാമത്തെ ചെലവ് റോഡിലാണ്. 2022 കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ മരിച്ചത് 4317 പേർ, അതായത് ദിവസവും ഏകദേശം 12 പേർ. അപകടങ്ങളുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ കേരളം 3-ാം സ്ഥാനത്താണ്. ഇതിൽ എത്ര മദ്യപാനം മൂലമാണ്? ഔദ്യോഗിക രേഖകളിൽ മദ്യപിച്ച് വാഹനമോടിക്കൽ വെറും 0.3% അപകടങ്ങൾക്ക് മാത്രമേ കാരണമായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ ഇത് യാഥാർത്ഥ്യമല്ല. മിക്ക കേസുകളിലും കാരണം ഡ്രൈവറുടെ പിഴവ് എന്ന വിശാലമായ വിഭാഗത്തിൽ ചേർക്കുന്നു. അതായത് മദ്യപാനത്തിന്റെ യഥാർത്ഥ പങ്ക് ഈ കണക്കിൽ കാണില്ല. ഇത് ഏറ്റവും കുറഞ്ഞ കണക്ക് മാത്രമാണ്. മൂന്നാമത്തെ ചെലവ് കണക്കിൽ ഒട്ടും വരാത്തതാണ് കുടുംബങ്ങളിലേത്. തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏകദേശം 4 ലക്ഷം പുരുഷന്മാർ മദ്യത്തിന് അടിമകളാണെന്നും 15 ലക്ഷത്തോളം പേർ അപകടകരമായ അളവിൽ മദ്യപിക്കുന്നു എന്നും കണക്കാക്കപ്പെടുന്നു. മദ്യത്തിന് അടിമകളായവരുടെ കുടുംബങ്ങളിൽ നടത്തിയ ഒരു പഠനത്തിൽ ഏകദേശം 65% പേരും ഗാർഹിക പീഡനം അനുഭവിക്കുന്നതായി കണ്ടെത്തി. ഇത്രയും വലിയ പ്രശ്നത്തിന് കേരളത്തിൽ ആകെയുള്ളത് 14 സർക്കാർ വിമുക്തി ചികിത്സാ കേന്ദ്രങ്ങൾ മാത്രം, ഓരോ ജില്ലയ്ക്കും ഒന്ന്. ചികിത്സയേക്കാൾ എത്രയോ വേഗത്തിലാണ് വിൽപ്പന വളരുന്നത്. ഒരു ചെലവ് കൂടിയുണ്ട്, വ്യാജമദ്യം. നിയമപരമായ മദ്യം വിലയേറിയതാകുമ്പോൾ വില കുറഞ്ഞ വ്യാജമദ്യത്തിലേക്ക് ചിലർ തിരിയുന്നു. 2000-ാം ആണ്ടിലെ കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം കേരളം മറന്നിട്ടില്ല. 31 പേർ മരിച്ചു. ഏകദേശം 500ഓളം പേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയോ ഗുരുതരമായി ബാധിക്കുകയോ ചെയ്തു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഉയർന്ന വിലയും ഉയർന്ന ഡിമാൻഡും ഒരുമിച്ച് വരുമ്പോൾ ഈ അപകടം എപ്പോഴും പതിയിരിക്കുന്നു. ഇനി കേരളത്തിന്റെ രണ്ടു വശവും ഒരു ത്രാസിൽ വെക്കാം. ഒരു വശത്ത് വരുമാനം, എക്സൈസും വിൽപ്പന നികുതിയും സെസ്സും എല്ലാം ചേർത്ത് ഒരു വർഷം 14,822 കോടി രൂപ. ഇത് നമുക്ക് കൃത്യമായി അറിയാം. മറുവശത്ത് ചെലവ്, ആരോഗ്യം, റോഡ് അപകടങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, നഷ്ടപ്പെട്ട ജീവിതങ്ങൾ. ഇത് വലുതും യഥാർത്ഥവുമാണ്. പക്ഷേ കേരളത്തിൽ ഇത് ആരും തൂക്കി നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ ത്രാസ് ഏത് വശത്തേക്ക് ചായുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഇതുവരെ തൂക്കിയത് വരുമാനത്തിന്റെ ഒരു വശം മാത്രമാണ്. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം. വരുമാനത്തിന്റെ ഭാഗത്ത് ഓരോ രൂപയും കൃത്യമാണ്. 14,822 കോടി രൂപ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ ചെലവിന്റെ ഭാഗത്ത് ആരോഗ്യം, അപകടങ്ങൾ, കുടുംബങ്ങൾ, ഉൽപാദനക്ഷമത, അവിടെ ഒരു ഔദ്യോഗിക കണക്ക് പോലുമില്ല. കേരളം ഇതുവരെ മദ്യത്തിന്റെ സാമൂഹിക ചെലവ് ഔദ്യോഗികമായി പഠിച്ചിട്ടില്ല. ദേശീയ പഠനങ്ങൾ പറയുന്നത് ഈ ചെലവ് വളരെ വലുതാണ് എന്നാണ്. പക്ഷേ അത് കേരളത്തിന്റെ മൊത്തം വരുമാനത്തെ കവിയുമോ എന്ന് ഇതുവരെ ആരും കണക്കാക്കിയിട്ടില്ല. അതായത് നമ്മൾ ഇത് ലാഭമെന്ന് ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ അത് ശരിക്കും ലാഭമാണോ എന്ന് അറിയാൻ വേണ്ട പകുതി കണക്ക് നമ്മൾ ഒരിക്കലും എഴുതിയിട്ടില്ല.
ഈ കണക്കുകളെല്ലാം ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ളതാണ്. ദേശീയ കുടുംബാരോഗ്യ സർവേ, NCRB, ആഗോള രോഗഭാര പഠനം, കേരള പോലീസ്, ആരോഗ്യ വകുപ്പ്. ലിങ്കുകൾ വിവരണത്തിലുണ്ട്. വരുമാനവും ചെലവും നാം കണ്ടു. അടുത്ത ഭാഗത്തിൽ ഏറ്റവും വലിയ ചോദ്യം: മദ്യം പൂർണ്ണമായി നിരോധിക്കാൻ കേരളത്തിന് കഴിയുമോ, അതോ സർക്കാർ ഈ വരുമാനത്തിൽ കുടുങ്ങിപ്പോയോ? ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കേരള ഡീകോഡഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഇത് ഷെയർ ചെയ്യുക. ഇത് കേരളവും മദ്യവും എന്ന പരമ്പരയുടെ രണ്ടാം ഭാഗമായിരുന്നു. വരുമാനവും ചെലവും നാം കണ്ടു. ബാക്കിയുള്ള ചോദ്യം ഭാഗം 3-ൽ. കണ്ടതിന് ഒരുപാട് നന്ദി. വീണ്ടും കാണാം.